ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് KPMS സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജൻ. കയ്യേറ്റ ഭൂമിയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ചക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് KPMS നേതാക്കൾ സന്ദർശനം നടത്തിയത്. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ചക്രമുടി കയ്യേറ്റം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് സന്ദർശന ശേഷം കെ രാജൻ ആവശ്യപ്പെട്ടു. ചക്രമുടി കയ്യേറ്റം എന്നുള്ളത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി നമുക്ക് കാണേണ്ടിയിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ സർക്കാരും മറ്റ് സ്വകാര്യ ഏജൻസികളെല്ലാം പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് 14 ഏക്കർ 90 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 14 ഏക്കർ കയ്യേറ്റം നടത്തി രേഖകളുണ്ടാക്കിയതൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സർക്കാർ ഏജൻസി അറിയാതെ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി വ്യാജ രേഖകളുണ്ടാക്കി, പട്ടയമുണ്ടാക്കി, കൈവശരയുണ്ടാക്കി ഒരു രേഖ നടക്കത്തില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള സംഭവമാണ് ഈ ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ ചക്രമുടി കയ്യേറ്റ തൊട്ട് താഴെ 100 കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു മണ്ണൊലിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ 1000 കണക്കിന് ആളുകൾക്ക് ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറും. അതും തന്നെയല്ല, താഴെ 300-400 പരം SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന കോളനികളുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം വരുവാണെങ്കിൽ KPMS ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിന് ഇതിൻ്റെ സംരക്ഷണ സമിതിയായി ബന്ധപ്പെട്ട് യോജിച്ച് നിർത്തിക്കൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു ആലോചന എന്നുള്ളത്. തന്നെയുമല്ല, ഈ സംഭവം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച്, അതായത് ചക്രമുടി കയ്യേറ്റത്തെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സർക്കാർ അന്വേഷിപ്പിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് KPM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ജനപ്രതിനിധികളുടെ ഒത്താശയോടെയാണ് കയ്യേറ്റം നടത്തി രേഖകൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും കയ്യേറ്റ വിഷയം സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി KPMS മുന്നോട്ട് വരുമെന്നും കെ രാജൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.